ബത്ലഹേമിലെത്തുന്നു. ചാരനിറമുള്ള ഒരു കഴുതയുടെ പുറത്താണ് മേരി സഞ്ചരിക്കുന്നത്. വളരെ കട്ടിയുള്ള ഒരു പുറംകുപ്പായം കൊണ്ട് ആകെ മൂടി പുതച്ചിരിക്കുന്നു. കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ജോസഫ് നടക്കുന്നു. നീ ക്ഷീണിച്ചുവോ? ജോസഫ് ചോദിക്കുന്നു. മേരി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കൊട്ടും ക്ഷീണമില്ല. പക്ഷേ ജോസഫ് നടന്നു ക്ഷീണിച്ചുക. ഞാൻ തളർന്നിട്ടില്ല. ഒരു കഴുതയെ കൂടി കിട്ടാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ വേഗത്തിൽ അവിടെ എത്താമായിരുന്നു. വിഷമിക്കേണ്ട, ആ മലയുടെ അപ്പുറത്താണ് എഫ്രാത്ത. വഴിക്ക് ഒരു ഇടയനെ കാണുന്നു. അയാളോട് ചോദിച്ച് കുറച്ചു പാല് വാങ്ങി മേരിക്കു കൊടുക്കുന്നു. അയാൾ അവരോട് പറയുന്നു, ഈ അവസ്ഥയിൽ നിങ്ങൾക്കു സ്ഥലം കിട്ടാൻ വളരെ പ്രയാസമാണ്. ബത്ലഹേമിൽ വലിയ ആൾത്തിരക്കാണ്. സത്രത്തിലൊന്നും സ്ഥലം കിട്ടുന്നില്ലെങ്കിൽ സത്രത്തിന്റെ പുറകുവശത്തുകൂടി നാട്ടിൻ പുറത്തേക്കു പോയാൽ മലമ്പ്രദേശത്ത് ഏതാനും തൊഴുത്തുകളുണ്ട്. കച്ചവടക്കാർ സ്ഥലം കിട്ടാതെ വരുമ്പോൾ അവരുടെ മൃഗങ്ങളെ കെട്ടുന്ന സ്ഥലമാണത്. പർവ്വത പ്രദേശമായതിനാൽ ഈർപ്പവും തണുപ്പുമുള്ളതായിരിക്കും. വാതിലൊന്നും കാണുകയില്ല, എന്നാലും ഒരഭയസ്ഥാനമാണ്. നിങ്ങളുടെ ഭാര്യയെ വഴിയിലിടാൻ പറ്റുകയില്ലല്ലോ. അയാൾക്കു നന്ദി പറഞ്ഞ് അവർ യാത്ര തുടരുന്നു. അയാൾ പറഞ്ഞതുപോലെ തന്നെ ജോസഫ് ദിവസം മുഴുവനും അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. പലരോടും കേണപേക്ഷിച്ചു. ചില ആരോഗ്യമുള്ള പുരുഷന്മാരോട് യാചിച്ചു നോക്കി. പ്രസവസമയമെടുത്തിരിക്കുന്ന ഒരു സ്ത്രീക്കു വേണ്ടി ഒരിടം തരാമോ? എന്നാൽ നിന്ദാപൂർവമായ പെരുമാറ്റം മാത്രമാണ് അവർക്കു ലഭിച്ചത്. മേരി ജോസഫിനെ സമാധാനപ്പെടുത്തിക്കൊണ്ടു പറയുന്നു, നിർബന്ധിച്ച് ഒന്നും പറയേണ്ട, നമുക്കു പോകാം. ദൈവം ഒരു വഴി കാണിച്ചുതരും. അവർ സത്രത്തിന്റെ അരികിലൂടെ പിറകിലേക്കിറങ്ങി ഗ്രാമപ്രദേശത്തിലെത്തി. കാലിക്കൂടുകൾ അന്വേഷിക്കുന്നു. എല്ലാം ഓരോരുത്തർ സ്വന്തമാക്കിക്കഴിഞ്ഞു. ഹേയ് ഗലീലിയാക്കാരാ, അവിടെ അങ്ങേ അറ്റത്ത് ഒരു ഗുഹയുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരുപക്ഷേ ആരും സ്വന്തമാക്കിയിട്ടുണ്ടാവില്ല, ഒരു വൃദ്ധൻ വിളിച്ചു പറയുന്നു. അവർ വേഗത്തിൽ ആ ഗുഹയെ ലക്ഷ്യമാക്കി നീങ്ങി. ശരിക്കും അതൊരു മാളം പോലെയുണ്ട്. അകത്തു പ്രകാശമില്ല. ജോസഫ് തന്റെ തോൾസഞ്ചിയിൽ നിന്നു വിളക്കും തിരിയും എടുത്തു കത്തിക്കുന്നു. അകത്തു കടന്നപ്പോൾ മുക്ര ഇട്ടുകൊണ്ടുള്ള ഒരു സ്വാഗതം. കടന്നുപോരു മേരി, ഇതിനുള്ളിൽ ആരുമില്ല, ഒരു കാള മാത്രമേയുള്ളൂ. ഒന്നും ഇല്ലാത്തതിനേക്കാൾ ഭേദം. ജോസഫ് പുഞ്ചിരിയോടെ പറയുന്നു. ഒരാണിയിൽ വിളക്കു കൊളുത്തുന്നു. മുകളിൽ മുഴുവൻ ചിലന്തി വലകളാണ്. ചെളിയും കുഴിയും ചവറും ചാണകവും എല്ലാം കൂടിക്കുഴഞ്ഞതാണ് തറ. വൈക്കോലും നിരന്നു കിടക്കുന്നു. കാള തലതിരിച്ചു നോക്കുന്നു. ശാന്തമായാണ് നോക്കുന്നത്. ഒരു മൂലയ്ക്ക് ഒരു ദ്വാരത്തിനടുത്തായി ഒരു പരുക്കൻ ഇരിപ്പിടവും അതിനടുത്തു തീ കൂട്ടാനുള്ള വലിയ കല്ലുകളും കാണുന്നു. ഒരു മൂലയ്ക്കു കണ്ട ചുള്ളിക്കെട്ടെടുത്തു നിലം തൂത്തു വൃത്തിയാക്കിയ ശേഷം പുൽത്തൊട്ടിയിൽ നിന്നു കുറച്ചു വൈക്കോലെടുത്ത് ജോസഫ് മേരിക്കു കിടക്കയുണ്ടാക്കുന്നു. അവരുടെ കഴുതയ്ക്കും പുല്ലു വലിച്ചിട്ടു കൊടുക്കുന്നു. അതിനുശേഷം അവിടെ കൂട്ടിയിട്ടിരുന്ന ചുള്ളിക്കമ്പുകൾ കൊണ്ടു തീ കൂട്ടി ഈർപ്പമുള്ള വൈക്കോൽ ചൂടുപിടിപ്പിച്ചു കിടക്ക ചൂടുള്ളതാക്കുന്നു. മേരി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം നോക്കി സ്കൂളിന്മേലിരിക്കുന്നു. കിടക്ക തയ്യാറായി. മാർദ്ദവമുള്ള വൈക്കോലിന്മേൽ വിശ്രമിക്കാൻ ശ്രമിക്കുന്നു. ഒരു തൂണിന്മേൽ ചാരിയാണിരിപ്പ്. ജോസഫ് തന്റെ പുറംകുപ്പായം കൊണ്ട് ഗുഹയുടെ കവാടം മറയ്ക്കുന്നു. പിന്നീട് റൊട്ടിയും ചീസും ഒരു കുപ്പിയിൽ നിന്നു കുറച്ചു വെള്ളവും എടുത്തു മേരിക്കു കൊടുക്കുന്നു. ജോസഫ് പറയുന്നു, ഒന്നു വിശ്രമിക്കാൻ നോക്കൂ മേരി. നാളെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമുള്ളതാകുമെന്നു തോന്നുന്നു. മേരി അനുസരിക്കുന്നു. വാതിലിനു വലതുവശത്തു പുറം തിരിഞ്ഞാണു കിടക്കുന്നത്. ജോസഫ് വാതിലിന് ഇടതുവശത്ത് തീകൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കു മുട്ടിന്മേൽ നിന്നു പ്രാർത്ഥിക്കുന്നു. കാളയുടെയും തൂണിന്റെയും മറവിലാണ് മേരിയെങ്കിലും ജോസഫ് മേരിയെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ നേരം കടന്നുപോയി. മേരി കിടക്കയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മുട്ടിന്മേൽ നിന്നും സാഷ്ടാംഗം പ്രണമിച്ചും ദീർഘമായ പ്രാർത്ഥന. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു വിളിയുണ്ടായതുപോലെ മേരി തല ഉയർത്തുന്നു. എഴുന്നേറ്റു മുട്ടിന്മേൽ നിൽക്കുന്നു. ഗുഹയുടെ മുകളിലുള്ള വിള്ളലിലൂടെ ചന്ദ്രന്റെ രശ്മികൾ അകത്തു കടക്കുന്നു. മേരിയുടെ ശിരസിൽ അത് പതിക്കുന്നു. ഓ, എത്ര സുന്ദരമാണിവിടമെന്ന് ഇപ്പോൾ മേരി ചിന്തിക്കുന്നു. അലൗകികമായ ഒരു പുഞ്ചിരിയിൽ അവളുടെ മുഖമാകെ രൂപാന്തരീഭവിക്കുന്നു. അവൾക്കു ചുറ്റും പ്രകാശം കൂടിക്കൂടി വരുന്നു. അവളിൽ നിന്നുതന്നെ ആ പ്രകാശം പ്രസരിക്കുന്നതുപോലെ തോന്നുന്നു. അവളുടെ കടുംനീല ഉടുപ്പിന്റെ നിറം ഇളം നീലയായി കാണപ്പെടുന്നു. കൈകളും മുഖവും ഇന്ദ്രനീലക്കല്ലിന്റെ പ്രകാശം തട്ടി യാലെന്ന പോലെ നീലിമയുള്ളതായിത്തീർന്നു. ഈ നിറം ചുറ്റുമുള്ളവയിലേക്കും പരക്കുന്നു. സ്വർഗീയ പ്രകാശത്തിനു മുന്നോടിയായി ഒരു ഉദയം, ഒരു പ്രഭാത നക്ഷത്രം, പ്രകാശബിന്ദുക്കളുടെ ഒരു ധോരണി, തിരമാല പോലെ വലുതായി ധൂമം പോലെ മേലോട്ടുയർന്ന് നദിപോലെ പ്രവഹിച്ച് അതിലോലമായ തുണി കാറ്റത്തു പറക്കുന്നതുപോലെ പരക്കുന്നു. നിറയെ വിള്ളലുകളുള്ള ചിലന്തിവല നിറഞ്ഞിരിക്കുന്ന കരിപിടിച്ച അറപ്പു തോന്നിക്കുന്ന മേൽക്കൂര ഇപ്പോൾ ഒരു രാജകൊട്ടാരം പോലുണ്ട്.
ഉന്തി നിൽക്കുന്ന ഓരോ കല്ലും ഓരോ വെള്ളിക്കെട്ട പോലെ, ഓരോ വിള്ളലും മേഘവർണ്ണത്തിലുള്ള മിന്നൽ പോലെ, ഓരോ ചിലന്തിവലയും വെള്ളിയും വജ്രവും കൊണ്ടു നെയ്തെടുത്ത മേൽക്കട്ടി പോലെ, മിന്നുന്ന രണ്ടു കല്ലുകൾക്കിടയിൽ ശീതകാല നിദ്രയിലാണ്ടിരിക്കുന്ന ഒരു വലിയ പല്ലി, ഏതോ രാജ്ഞി മറന്നുവച്ചിട്ടുപോയ മരതക ആഭരണം പോലുണ്ട്. മുകളിലത്തെ പുൽത്തൊട്ടിയിലെ പുല്ല് വായുവിൽ മെല്ലെ ഇളക്കുന്ന വെള്ളി നൂലുകളാണ്. താഴത്തെ പുൽത്തൊട്ടിയിലെ കറുത്ത തടി മിന്നിത്തിളങ്ങുന്ന വെള്ളിക്കെട്ടിയാണിപ്പോൾ. മുത്തു ചേർത്ത് ചിത്രപ്പണികൾ ചെയ്ത പട്ടുപോലെയാണ് ഭിത്തികൾ ഇപ്പോൾ. നിലത്തുള്ള മണ്ണ് പ്രകാശം കൊണ്ട് പളുങ്കുപോലെയിരിക്കുന്നു. പൊങ്ങി നിൽക്കുന്ന മണ്ണും ചെളിയും അലങ്കാരമായി വിതറിയിരിക്കുന്ന റോസാപ്പൂക്കൾ പോലെ കാണപ്പെടുന്നു. കുഴികളായിരിക്കുന്ന ഭാഗങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും പരിമളതൈലങ്ങളും വഹിക്കുന്ന വിലപിടിച്ച പാത്രങ്ങളാണെന്നു തോന്നും.